വരുണിനെ കൊന്ന് പോലീസ് സ്റ്റേഷന്റെ തറയിൽ കുഴിച്ചിട്ട ജോർജ് കുട്ടി. ഓഗസ്റ്റ് 2-ന് ധ്യാനത്തിന് പോയെന്ന് തെളിയിക്കാൻ ഒരു ദിവസം റീക്രിയേറ്റ് ചെയ്ത ജോർജ് കുട്ടി. താൻ ചെയ്ത കുറ്റകൃത്യം എന്നെങ്കിലും പുറം ലോകമറിയുമെന്ന മുൻധാരണ പ്രകാരം പഴുതുകളടച്ച് രക്ഷപ്പെടാൻ അതെല്ലാം ഒരു നോവലായി പ്രസിദ്ധീകരിക്കുന്ന ജോർജ് കുട്ടി. ഈ പറഞ്ഞത് സിനിമ. എന്നാൽ ഇനി പറയാനുള്ളത് നമ്മുടെ ചുറ്റുവട്ടത്ത് നടന്ന ഞെട്ടിക്കുന്ന ചില സംഭവങ്ങളെക്കുറിച്ചാണ്. ദൃശ്യം മോഡലിനെ വെല്ലുന്ന തരത്തിലുള്ള കൊലപാതകം, മന്ത്രവാദം, ദിവ്യശക്തി എന്നിവയെ കൂടി കൂട്ടുപിടിച്ചായിരുന്നു ഈ കൊലപാതകങ്ങൾ. ഒരു മോഷണ കേസിൽ അറസ്റ്റിലായ യുവാക്കളിൽ നിന്ന് ലോക്കൽ പോലീസിന് ലഭിച്ച തുമ്പിൽ നിന്നാണ് ഒരു നവജാത ശിശുവിൻ്റെതടക്കം 2 പേരുടെ കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത്. സ്വന്തം അച്ഛനെയും സഹോദരിയുടെ പിഞ്ചുകുഞ്ഞിനെയും കൊല്ലാൻ കൂട്ടുനിന്ന യുവാവ്, ഭർത്താവിനെ കൊന്നുതള്ളുന്നത് കണ്ടുനിന്ന ഭാര്യ, എല്ലാത്തിനുമുപരി ഈ മനുഷ്യന്മാരുടെ മനസ്സ് നിയന്ത്രിച്ച് അവരെ അടിമകളാക്കി ചരട് വലിച്ച കൊടും കുറ്റവാളി. ദൃശ്യത്തെയും വെല്ലുന്ന കട്ടപ്പന കാഞ്ചിയാർ ഇരട്ട കൊലപാതകം. സ്വാഗതം ക്രൈം നമ്പറിലേക്ക്. 2024 മാർച്ച് 2-ന് പുലർച്ചെ കട്ടപ്പന സ്കൂൾ കവലയിലെ വർക്ക്ഷോപ്പിൽ ഒരു മോഷണ ശ്രമം നടന്നു. ആളില്ലെന്ന ധാരണയിലാണ് 2 പേർ വർക്ക്ഷോപ്പ് പരിസരത്തെത്തിയത്. ഒരാൾ ഷോപ്പിന് പുറത്തു നിന്നു, മറ്റേയാൾ അകത്ത് കയറി. സമീപകാലത്ത് പ്രദേശത്ത് മോഷണം പതിവായതോടെ ജാഗ്രതയിലായിരുന്നു നാട്ടുകാർ. ഇതേ വർക്ക്ഷോപ്പിൽ മുൻപും മോഷണ ശ്രമം നടന്നതിനാൽ ഉടമയുടെ മകൻ അവിടെ കാവൽ കിടപ്പുണ്ടായിരുന്നു. അകത്ത് ആളനക്കം കേട്ട് ഉറക്കത്തിൽ നിന്നുണർന്ന ഇയാൾ കള്ളന്മാരെ നേരിട്ടു. അകത്ത് കയറിയയാളുടെ കാലിന് ഇരുമ്പ് വടി കൊണ്ടടിച്ചു. ഇതോടെ പുറത്ത് കാവൽ നിന്നയാൾ ഓടി രക്ഷപ്പെട്ടു. തുടർന്ന് പോലീസ് എത്തി അടിയേറ്റ് പരിക്ക് പറ്റിയയാളെ കസ്റ്റഡിയിലെടുത്തു. വൈകാതെ കൂട്ടുപ്രതിയെ കാഞ്ചിയാറിൽ നിന്ന് പിടികൂടി. ഇതുവരെ ഇത് സാധാരണമായൊരു മോഷണ ശ്രമം. പിടിയിലായത് 2 കള്ളന്മാരും. പക്ഷേ അവിടുന്ന് കിട്ടിയൊരു തുമ്പിൽ ആ കഥ മാറുകയാണ്. കക്കാട്ടുകടയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന 29-കാരനായ വിഷ്ണു, 31 വയസ്സുള്ള നിതീഷ് എന്നിവരാണ് മോഷണ ശ്രമത്തിനിടെ പോലീസിന്റെ പിടിയിലാകുന്നത്. ഇവരുടെ ചിത്രമടക്കമുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ വന്നു. ഇതോടെയാണ് വിഷ്ണുവിന്റെ ബന്ധുക്കൾ രംഗത്തെത്തുന്നത്. കട്ടപ്പന സാഗര ജംഗ്ഷനിൽ താമസിച്ചിരുന്ന വിജയന്റെ മകനാണ് വിഷ്ണു. 2016-ൽ വീടും സ്ഥലവും വിറ്റ് നാട്ടിൽ നിന്ന് പോയതാണ് വിജയന്റെ കുടുംബം. വിജയനും ഭാര്യയായ സുമയും മകനും മകളും പിന്നീട് എവിടെയായിരുന്നു എന്ന് പോലും ആർക്കും അറിയില്ലായിരുന്നു. ഇതന്വേഷിച്ചാണ് ബന്ധുക്കൾ പോലീസിനെ സമീപിച്ചത്. വിഷ്ണുവിന്റെ കുടുംബത്തെ സംബന്ധിച്ച് ഒരു ദുരൂഹത പോലീസിന് മണത്തെങ്കിലും മോഷണ കേസുമായി ബന്ധപ്പെട്ടാണ് അവർ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ 7-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ആ വാടക വീട്ടിലെത്തിയത്. എന്നാൽ അവിടെ പോലീസ് കണ്ടതും കേട്ടതുമെല്ലാം സിനിമയെ വെല്ലുന്ന ചില ട്വിസ്റ്റുകളും. ആ വീട്ടിൽ വിഷ്ണുവും നിതീഷും മാത്രമായിരുന്നില്ല താമസക്കാർ. ഒപ്പം വിഷ്ണുവിന്റെ അമ്മയും സഹോദരിയും ഉണ്ടായിരുന്നു. എന്നാൽ കാലങ്ങളായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ഒറ്റമുറിയിൽ പൂട്ടിയിട്ട നിലയിലായിരുന്നു ഇരുവരും. വേഷവിധാനത്തിലും പെരുമാറ്റത്തിലും ചില അസ്വാഭാവികതകളും പ്രകടമായിരുന്നു. ഇവർക്കൊപ്പം വിജയനെ കണ്ടെത്താനാകാത്തത് ബന്ധുക്കളിലും പോലീസിലും കൂടുതൽ സംശയം ജനിപ്പിച്ചു. വിഷ്ണുവിന്റെ അമ്മയോടും സഹോദരിയോടും കാര്യം തിരക്കിയപ്പോൾ ഈ സംശയങ്ങളുടെ ആഴം കൂടി. വിജയൻ മരിച്ചെന്നും വീടിനുള്ളിൽ കുഴിച്ചിട്ടെന്നുമുള്ള സൂചനകളാണ് അന്ന് പോലീസിന് അവരിൽ നിന്ന് കിട്ടിയത്. പക്ഷേ മാനസികമായി നന്നേ തളർന്നിരുന്ന ഇരുവരുടെയും മൊഴി പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ പോലീസിനായിരുന്നില്ല. അങ്ങനെ മോഷണക്കേസിൽ റിമാൻഡിലായിരുന്ന നിതീഷിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തു. കാഞ്ചിയാറിലെ വീട്ടിൽ മണിക്കൂറുകളോളം തെളിവെടുപ്പ് നടത്തി. ഇരട്ട കൊലപാതകത്തിനു പുറമെ വിശ്വാസത്തിന്റെ മറവിൽ ഒരു കുടുംബത്തെ ഒന്നാകെ ചൂഷണം ചെയ്ത കൊടും കുറ്റവാളിയിലേക്കാണ് ഈ അന്വേഷണം ചെന്നെത്തിയത്. 2 കൊലപാതകങ്ങളെക്കുറിച്ചാണ് നിതീഷ് പോലീസിനോട് കുറ്റസമ്മതം നടത്തിയത്. വിജയന്റെയും വിജയന്റെ മകളിൽ നിതീഷിനുണ്ടായ ആൺകുഞ്ഞിന്റെയും. വിജയനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ചാണ് നിതീഷ് കൊന്നത്. തുടർന്ന് മൃതദേഹം വീടിനകത്ത് തറയിൽ കുഴിച്ചിട്ടു. മുറിക്കുള്ളിൽ 5 അടി താഴ്ചയിൽ ചതുരാകൃതിയിൽ കുഴിയെടുത്ത് മൃതദേഹം 3ആയി മടക്കി കാർഡ്ബോർഡ് പെട്ടിയിലാക്കി ഇൻസുലേഷൻ ടേപ്പ് കൊണ്ട് ഒട്ടിച്ച് മണ്ണിട്ട് മൂടുകയായിരുന്നു. ഇതിനു മുകളിൽ കോൺക്രീറ്റ് ഇട്ട് തറ നിരപ്പാക്കുകയും ചെയ്തു. എന്നാൽ കൊല നടന്ന് മാസങ്ങൾ കഴിഞ്ഞതോടെ മൃതദേഹം ജീർണിച്ച് തറ ഇടിഞ്ഞു താഴ്ന്നു. ഇതോടെ കുഴിക്ക് മുകളിൽ സിമന്റ് ചാന്തിട്ട് തറ വീണ്ടും നിരപ്പാക്കി. മൃതദേഹം കുഴിച്ചിട്ട് മുറിയുടെ ജനലുകൾ പ്ലാസ്റ്റിക് ഷീറ്റിട്ട് വായു കടക്കാത്ത വിധം മൂടിയ നിലയിലായിരുന്നു. ഇതിനെല്ലാം വിജയന്റെ ഭാര്യ സുമയുടെയും മകൻ വിഷ്ണുവിന്റെയും സഹായവും നിതീഷ് തേടിയിരുന്നു. അവരെ കൂടി കൊലപാതകത്തിൽ പങ്കാളിയാക്കി വിവരം പുറത്തു പോകുന്നത് തടയുകയായിരുന്നു ആ കൊടും കുറ്റവാളി. പ്രതി നിതീഷിന്റെ കുറ്റസമ്മതപ്രകാരം വീടിനകത്ത് നിന്ന് വിജയന്റേതെന്ന് കരുതുന്ന മൃതദേഹാവശിഷ്ടങ്ങൾ പോലീസ് കണ്ടെടുത്തു. ഇതിനൊപ്പം വിജയന്റെ ധരിച്ചിരുന്ന പാൻസ്, ഷർട്ട്, ബെൽറ്റ് തുടങ്ങിയവയും കുഴിയിൽ നിന്ന് ലഭിച്ചിരുന്നു. ഇതിനു പിന്നാലെ നവജാത ശിശുവിന്റെ മൃതദേഹത്തിന് വേണ്ടിയുള്ള അന്വേഷണമായിരുന്നു അടുത്തത്. ജനിച്ചു വീണ് 5 ദിവസങ്ങൾക്കകമാണ് കുട്ടിയെ കൊലപ്പെടുത്തുന്നത്. കുഞ്ഞിനെ വിജയൻ കാലിൽ പിടിച്ചു കൊടുത്തപ്പോൾ നിതീഷ് മൂക്കും വായും തുണി കൊണ്ട് മൂടി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. വിഷ്ണുവിന്റെ സഹായവും ഇതിനായി ലഭിച്ചിരുന്നു. കുട്ടിയുടെ മൃതദേഹം നേരത്തെ താമസിച്ചിരുന്ന വീടിനോട് ചേർന്നുള്ള തൊഴുത്തിൽ കുഴിച്ചു മൂടിയെന്നായിരുന്നു നിതീഷ് പോലീസിനോട് പറഞ്ഞിരുന്നത്. ഇതുപ്രകാരം തൊഴുത്തിന്റെ തറ പൊളിച്ച് പോലീസ് പരിശോധിച്ചെങ്കിലും മൃതദേഹം കണ്ടെത്താനായില്ല.
പിന്നാലെ മൃതദേഹം കത്തിച്ചു കളഞ്ഞെന്നും തിരിച്ചു കിട്ടാനാകാത്ത വിധം നശിപ്പിച്ചെന്നും നിതീഷ് മൊഴി മാറ്റുകയും ചെയ്തു. വിഷ്ണുവും നിതീഷും വീടന്വേഷിച്ച് കക്കാട്ടുകടയിലെത്തുന്നത് മോഷണക്കേസിൽ പിടിയിലാകുന്നതിന് 8 മാസങ്ങൾക്ക് മുമ്പാണ്. വിഷ്ണുവും അച്ഛൻ വിജയനും മാത്രമാണ് താമസക്കാരെന്ന് വീട്ടുടമസ്ഥനെ അടക്കം അവർ പറഞ്ഞു വിശ്വസിപ്പിച്ചു. അയൽവാസികളുമായോ നാട്ടുകാരുമായോ ബന്ധമില്ലാതെയാണ് അവർ അവിടെ കഴിഞ്ഞിരുന്നത്. വീടിനകത്ത് 2 സ്ത്രീകളുണ്ടെന്നോ നിതീഷിന്റെ നേതൃത്വത്തിൽ പൂജാതി കർമ്മങ്ങൾ നടക്കുന്നുണ്ടെന്നോ എന്തിനധികം ഒരാളെ കൊന്നു കുഴിച്ചു മൂടിയതുപോലും പുറം ലോകം അറിഞ്ഞിരുന്നില്ല. വിജയന്റെ കൊലപാതകം കണ്ടുനിന്ന ഉറ്റവരായ ഭാര്യയ്ക്കും മക്കൾക്കും പോലും ഒരക്ഷരം വിളിച്ചു പറയാനായില്ല. നിതീഷായിരുന്നു എല്ലാം നിയന്ത്രിച്ചിരുന്നത്. ഒരർത്ഥത്തിൽ വിജയന്റെയും കുടുംബത്തിന്റെയും മനസ്സ് പോലും നിതീഷിന്റെ കയ്യിലായിരുന്നു. എന്തിനാകും വിജയനെ കുടുംബത്തിന്റെ അറിവോടെ നിതീഷ് കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയത്? നവജാത ശിശുവിനെ കൊന്നുതള്ളാൻ കാരണമെന്താകും? വിജയന്റെ കുടുംബത്തിൽ നിതീഷിനുള്ള റോൾ എന്താണ്? നെല്ലാനിക്കൽ വിജയനും കുടുംബവും നാട്ടുകാരോടും പ്രദേശവാസികളോടും നന്നായി ഇടപഴകുന്നവരായിരുന്നു. 2015 വരെ നാട്ടിലെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിലെല്ലാം വിജയൻ പങ്കാളിയുമായിരുന്നു. എന്നാൽ നിതീഷിന്റെ വരവോടെയാണ് എല്ലാം മാറിമറിഞ്ഞത്. നിതീഷിനെ ചുറ്റിപ്പറ്റി അടിമുടി ദുരൂഹതകൾ മാത്രമാണുള്ളത്. അയാളുടെ കുടുംബ പശ്ചാത്തലവും അതേപടി തന്നെയാണ്. വിജയന്റെ അയൽവാസിയായിരുന്നു നിതീഷ്. അമ്മയും നിതീഷും സഹോദരനും വല്യമ്മയ്ക്കൊപ്പമാണ് സാഗര ജംഗ്ഷന് സമീപം താമസിച്ചിരുന്നത്. ക്ഷേത്രങ്ങളിലും മറ്റും കീഴ്ശാന്തിയായി പ്രവർത്തിച്ചാണ് നിതീഷ് പൂജാകർമ്മങ്ങൾ പഠിച്ചെടുത്തതെന്നായിരുന്നു വിവരം. ജ്യോതിഷികളിൽ നിന്നും ഇയാൾ വിവരങ്ങൾ ശേഖരിക്കാറുണ്ടെന്നും പറഞ്ഞു കേട്ടിരുന്നു. ഇടയ്ക്ക് നാടുവിട്ട നിതീഷ് പിന്നീട് പൂജാകർമ്മങ്ങൾ ചെയ്യുന്ന സിദ്ധനായിട്ടാണ് നാട്ടിൽ പ്രത്യക്ഷപ്പെട്ടത്. വിജയന്റെയും കുടുംബത്തിന്റെയും അന്ധവിശ്വാസം തന്നെയാണ് നിതീഷിനെ ആ കുടുംബത്തോട് എളുപ്പത്തിൽ അടുപ്പിച്ചത്. പടിപടിയായി വർഷങ്ങളോളം ഇതിനുവേണ്ടി നിതീഷ് ശ്രമിച്ചിട്ടുണ്ടെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. കുടുംബത്തിന്, പ്രത്യേകിച്ച് വിജയന്റെ മകൾക്ക് ചില ദിവ്യശക്തിയുണ്ടെന്നും പൂജയും മന്ത്രവാദവും മൂലം കൂടുതൽ ശക്തി ലഭിക്കുമെന്നും ഇയാൾ അവരെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. ദിവ്യത്വം നഷ്ടപ്പെടാതിരിക്കാൻ ആളുകളുമായി സമ്പർക്കം ഒഴിവാക്കണമെന്നും പറഞ്ഞു. ഇതോടെ ആ കുടുംബം സമൂഹത്തിൽ നിന്ന് അകലം പാലിച്ച് പൂർണ്ണമായും ഒറ്റപ്പെട്ടു. വിജയന്റെ മകളുടെ കൈക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതിനുവേണ്ടി നിതീഷ് ചില കർമ്മങ്ങൾ ചെയ്യുകയും ആ പ്രശ്നം മാറുകയും ചെയ്തതായി പറയപ്പെടുന്നു. ഇതോടെയാണ് വിജയനും കുടുംബവും നിതീഷിന് പൂർണ്ണമായും അടിമപ്പെട്ടതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതിനിടെ വിവാഹം കഴിക്കാതെ തന്നെ വിജയന്റെ മകൾ നിതീഷിൽ നിന്ന് ഗർഭിണിയാവുകയും ഒരാൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. അധികം വൈകാതെ വിജയനും കുടുംബവും സാഗര ജംഗ്ഷനിലെ ആ വീടും സ്ഥലവും വിറ്റ് സ്ഥലം മാറി പോവുകയായിരുന്നു. കക്കാടുകടയിൽ എത്തും മുമ്പ് ഇവർ നിതീഷിനൊപ്പം പല വാടക വീടുകളിൽ താമസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാലത്ത് വിജയനെയും കുടുംബത്തെയും കാണാനില്ലെന്ന പരാതിയും ബന്ധുക്കൾ ഉയർത്തിയിരുന്നു. ഒരു പിഞ്ചു കുഞ്ഞിനെയും അതിന്റെ മുത്തച്ഛനെയും കൊന്നുതള്ളാൻ നിതീഷ് എന്ന ക്രിമിനലിനൊപ്പം ആ കുടുംബം എങ്ങനെ കൂട്ടുനിന്നു എന്നതായിരുന്നു ഈ കേസിലെ ദുരൂഹതകൾ ചുരുളഴിഞ്ഞപ്പോൾ എല്ലാവരിലും ഉടലെടുത്ത ചോദ്യം. അന്ധമായ വിശ്വാസത്തിന് പുറത്താണ് ആദ്യഘട്ടത്തിൽ നിതീഷിന്റെ ചൊൽപ്പടിക്ക് നിന്നതെങ്കിലും പിന്നീട് അതിൽ നിന്ന് മുക്തരാകാൻ അവർക്ക് സാധിച്ചില്ല. സാഹചര്യങ്ങളെ അങ്ങനെ കുഴക്കിമറിക്കാൻ നിതീഷിന് സാധിച്ചിരിക്കാം. നിതീഷും വിജയന്റെ മകളും വിവാഹിതരായിരുന്നില്ല. ഇങ്ങനെയുള്ള ബന്ധത്തിലൂടെ ഉണ്ടായ കുഞ്ഞായതിനാലാണ് നവജാത ശിശുവിനെ ഇവർ കൊന്നതെന്നാണ് പോലീസ് പറയുന്നത്. കുഞ്ഞ് ജനിച്ച് വെറും 5-ാം ദിവസം 2016 ജൂലൈയിലായിരുന്നു സംഭവം. ദുരഭിമാനം മൂലം വിജയനും കുടുംബവും ഇതിന് കൂട്ടുനിന്നു. കുഞ്ഞിന്റെ കാലിൽ വിജയൻ പിടിക്കുകയും നിതീഷ് മൂക്കും വായും തുണി കൊണ്ട് പൊത്തി ശ്വാസം മുട്ടിച്ച് കൊല്ലുകയുമായിരുന്നെന്നാണ് പോലീസ് പറയുന്നത്. വിജയന്റെ മകൻ വിഷ്ണുവും ഈ കേസിൽ പ്രതിയാണ്. ഈ കൊലപാതകത്തിന് പിന്നാലെയാണ് വിജയനും കുടുംബവും പൂർണ്ണമായും നിതീഷിന്റെ നിയന്ത്രണത്തിലാകുന്നത്. എന്നാൽ വിജയനും നിതീഷുമായി ചില തർക്കങ്ങളും ഉടലെടുത്തു. വിജയന്റെ വീട് വിറ്റുകിട്ടിയ പണത്തിന്റെ വലിയ ഭാഗം പൂജകളുടെയും മറ്റും പേരിൽ നിതീഷ് കൈക്കലാക്കിയെന്നും പറയപ്പെടുന്നുണ്ട്. ഇതും തർക്കത്തിന് കാരണമായിരുന്നു. അങ്ങനെ ഒരു വാക്കേറ്റത്തിനിടെയാണ് 2023 ഓഗസ്റ്റിൽ നിതീഷ് വിജയനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊല്ലുന്നതും കുഴിച്ചു മൂടുന്നതും. നിതീഷ് ചെയ്തു കൂട്ടിയതിലെല്ലാം പങ്കാളികളായതിനാൽ വിജയന്റെ മരണം നേരിൽ കണ്ടിട്ടും സ്വന്തം ഭാര്യയ്ക്കും മക്കൾക്കും മിണ്ടാനായില്ല. എല്ലാത്തിനുമൊടുവിൽ വാടക വീട്ടിൽ പുറം ലോകവുമായി ബന്ധമില്ലാതെ കഴിഞ്ഞ വിജയന്റെ ഭാര്യയുടെയും മകളുടെയും അവസ്ഥ വളരെ ദയനീയമായിരുന്നു. അടച്ചിട്ട ഒറ്റ മുറിക്കുള്ളിലാണ് ഇവർ കഴിച്ചുകൂട്ടിയത്. വിഷ്ണുവും നിതീഷുമല്ലാതെ മറ്റാരെയും മാസങ്ങളോളം ഇവർ കണ്ടിരുന്നില്ല. ഭക്ഷണ സാധനങ്ങളും വെള്ളവും അടക്കം മുറിയിൽ എത്തിച്ചു നൽകുകയായിരുന്നു. നിതീഷിന്റെ നിയന്ത്രണത്തിലായിരുന്ന വിഷ്ണുവിന് പുറം ലോകവുമായി ബന്ധമുണ്ടായിരുന്നെങ്കിലും അവസ്ഥ മറിച്ചായിരുന്നില്ല. പോലീസ് കസ്റ്റഡിയിലായതിനു ശേഷമാണ് വയറു നിറയെ ഭക്ഷണം കഴിച്ചതെന്ന് വിഷ്ണു പോലീസിനോട് പറഞ്ഞതായും ആയിടയ്ക്ക് വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. നവജാത ശിശുവിനെ കഴുത്തു ഞെരിച്ചു കൊന്ന കേസിൽ 1-ാം പ്രതി നിതീഷും 2-ാം പ്രതി വിജയനുമാണെങ്കിൽ വിജയനെ കൊന്ന കേസിൽ നിതീഷ് 1-ാം പ്രതിയും മകൻ വിഷ്ണു 2-ാം പ്രതിയുമാണ്. കൊലപാതകത്തിൽ പങ്കാളിയായ വിജയന്റെ ഭാര്യ സുമയെയും പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തിരുന്നു. കക്കാട്ടുകടയിലെ വീട്ടിൽ നിന്ന് കണ്ടെത്തുമ്പോൾ മാനസികാരോഗ്യം വഷളായിരുന്ന സുമയെയും മകളെയും പോലീസ് പിന്നീട് ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുകയും കൗൺസിലിംഗ് അടക്കം നൽകുകയും ചെയ്തിരുന്നു. ഒരു മോഷണ കേസിൽ നിന്നും ലഭിച്ച തുമ്പിലൂടെ അറിഞ്ഞ ആ വിവരങ്ങൾ നാടിനെ നടുക്കുന്നതായിരുന്നു. ഇതിലൂടെ നിതീഷ് എന്ന കൊടും കുറ്റവാളിയെ കൂടിയാണ് പുറം ലോകത്തേക്ക് കൊണ്ടുവരാനായത്. 2016 നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയതിന് 2 വർഷങ്ങൾക്ക് ശേഷം നിതീഷ് മഹാമാന്ത്രികം എന്ന പേരിൽ ഓൺലൈനിൽ ഒരു നോവൽ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയിരുന്നു. ദുർമന്ത്രവാദവും ആഭിചാരക്രിയകളും പകപോക്കലുമൊക്കെയായിരുന്നു ഇതിന്റെ ഇതിവൃത്തം. നിഷ്കളങ്കിയായ ഒരു പെൺകുട്ടിയെ ദുർമന്ത്രവാദത്തിലൂടെ സ്വന്തം വീട്ടിലെത്തിച്ച് ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു മന്ത്രവാദിയായിരുന്നു ഈ കഥയിലെ വില്ലൻ. ഈ പെൺകുട്ടിയെ രക്ഷിക്കാനായി മറ്റൊരു മാന്ത്രികൻ ശ്രമിക്കുന്നതും കഥയിലുണ്ട്. 6 അധ്യായങ്ങൾ മാത്രം എഴുതി തുടരുമെന്ന് പറഞ്ഞെങ്കിലും അതിന് പിന്നീട് തുടർച്ച ഉണ്ടായിട്ടില്ല.
ദൃശ്യം 2-വിൽ മോഹൻലാലിന്റെ കഥാപാത്രമായ ജോർജ് കുട്ടിയും താൻ ചെയ്ത കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ഇതുപോലൊരു നോവൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. എന്നാൽ ഈ സിനിമ റിലീസാകുന്നതിനും വർഷങ്ങൾക്ക് മുമ്പാണ് നിതീഷിന്റെ നോവൽ പ്രസിദ്ധീകരിച്ചത്. അത് സിനിമയിലല്ലേ നടക്കൂ എന്ന് നമ്മൾ കരുതും. എന്നാൽ അതിനേക്കാൾ ഭീകരമായത് നമുക്ക് ചുറ്റും സംഭവിക്കും. കാരണം ഒരു എഴുത്തുകാരന് തന്റെ ഭാവനയിലൂടെ സങ്കല്പിക്കാൻ കഴിയുന്നതിനേക്കാൾ ക്രൂരതകൾ കാട്ടുന്ന മനുഷ്യരുടെ കൂടി ലോകമാണ് ഇത് എന്നതാണ് യാഥാർത്ഥ്യം.